മഠത്തിൽ വിഷ്ണുമായ സ്വാമിയെ വന്ന് തൊഴുന്ന തിരക്ക് നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വർഷങ്ങളായിട്ട് 6 വർഷമായിട്ട് സ്വാമിയെ കാണുന്നതിനായിട്ട് ഓരോ വ്യക്തികൾ വരികയും അവരാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ വേഗത്തിൽ ലഭിച്ചു. കുറേ താമസമെടുത്തും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായതോടുകൂടി ഇന്ന് പൊയ്യാറ മഠത്തിലേക്ക് അനുഭവസ്ഥർ പറഞ്ഞുകൊണ്ടുവരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി തുടങ്ങി. സ്വാഭാവികമായിട്ടും ഞാനൊരു ബിസിനസ്സുകാരനും കൂടി ആയതുകൊണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും യാത്രയിലാണ്. ഇപ്പോഴും ഇന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുന്നത് അതെൻ്റെ കഴിവല്ല. അവിടെ ഇരിക്കുന്ന വിഷ്ണുവായ സ്വാമി, പൊയ്യാറ മഠത്തിലെ വിഷ്ണുവായ സ്വാമിക്ക് അതിശക്തമായ ചൈതന്യമുള്ളതാണ്. ആ ചൈതന്യത്തെ അത്രയും ശക്തമായിട്ട് പരിപാലിക്കുന്നത് കൊണ്ടുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് വേണ്ടി ഒരു ബ്ലെസ്സിങ് ആവശ്യമാണ്. ആ ബ്ലെസ്സിങ് മനുഷ്യന് ലഭിക്കുന്നത് ഒരു ഇറ്റേണൽ എനർജി, ഒരു പ്രപഞ്ച ശക്തി, പ്രപഞ്ചത്തിലെ ഒരു സത്യം എന്ന് പറയുന്ന ഒരു ശക്തി തരുന്നതാണ്. ആ ശക്തി എന്നിലൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്ന പൂജകളിലൂടെ എന്നെ വന്ന് കാണുന്നവർക്ക് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് വീണ്ടും വീണ്ടും അവർ വരുന്നത്. അപ്പോൾ ദൈവീകമായ ഒരു സിദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു പുണ്യമായി കാണുന്നു, ഭാഗ്യമായി കാണുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും ആ ദൈവീക സിദ്ധിയെ ഏറ്റവും നല്ല രീതിയിൽ പകർന്നു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്നെ എല്ലാവരും വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വരിക. സ്വാമിയെ തൊഴാൻ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എല്ലാ ദിവസവും കാലത്ത് 8 മണി മുതൽ ഈവനിങ് 6:30 വരെ നട തുറന്നിരിക്കും. കാലത്ത് നട തുറന്നാൽ ഈവനിങ് വരെ നട അടയ്ക്കാത്ത വളരെ അപൂർവമായിട്ട് വളരെ ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ബ്ലെസ്സിങ്ങിനായിട്ട് അനുഗ്രഹം നൽകാനായിട്ട് ഇരിക്കുന്ന ഭഗവാനാണ് പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ നിവേദ്യ പൂജകൾ ഇന്നും നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മഠത്തിലേക്ക് വരാം, സ്വാമിയെ തൊഴാം, അനുഗ്രഹങ്ങൾ നേടി ജീവിത വിജയം നേടാം. എല്ലാവരും വിജയിക്കണം.